എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാനായിട്ടുള്ള മറ്റൊരു മെത്തേഡാണ് CAPM, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ. റിട്ടേൺ ഓഫ് എ സെക്യൂരിറ്റി നമുക്കറിയാം അതിൻ്റെ റിസ്ക് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. റിസ്ക് കൂടുതലുള്ള സെക്യൂരിറ്റിക്ക് അല്ലെങ്കിൽ ഷെയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ കൂടുതലായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ അളക്കുന്നത് സിസ്റ്റമാറ്റിക് റിസ്ക് വെച്ചുകൊണ്ട് എത്രയാണ് ആ സെക്യൂരിറ്റിക്കുള്ള റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അവിടെ നമുക്ക് മാർക്കറ്റും, അതായത് പൊതുവിലുള്ള മാർക്കറ്റും സ്റ്റോക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിയുന്നൊരു ഫാക്ടർ വേണം. അതാണ് ബീറ്റ. അപ്പോൾ ബീറ്റ എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ബീറ്റ എന്ന് പറയുന്നത് മാർക്കറ്റും സ്റ്റോക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ബീറ്റ എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബീറ്റ മേ ബി 1.5 ഓർ 0.5 ഒക്കെ ആയിരിക്കാം. അപ്പോൾ അതായത് മാർക്കറ്റ് 10% കയറുകയാണെങ്കിൽ സ്റ്റോക്ക് 15% കയറാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാനായിട്ട് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ പ്ലസ് ബീറ്റ ഇൻറ്റു റിട്ടേൺ ഫ്രം ദ മാർക്കറ്റ് മൈനസ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഓൾറെഡി നമ്മൾ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് 8% നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യും പ്ലസ് ബീറ്റ 1.5 ആണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ TCS എന്ന് പറഞ്ഞ സ്റ്റോക്കും അതിൻ്റെ ബീറ്റ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് റിട്ടേൺ ഫ്രം മാർക്കറ്റിൻ്റെ റിട്ടേണും TCSൻ്റെ റിട്ടേണും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് 1.5 ആണെന്നാണ്. അതായത് മാർക്കറ്റ് 10% കൂടുകയാണെങ്കിൽ TCSൻ്റെ സ്റ്റോക്ക് 15% കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിട്ടേൺ ഫ്രം ദ മാർക്കറ്റ്, ജനറലി റിട്ടേൺ ഫ്രം ദ മാർക്കറ്റ് 12% ആണ് എങ്കിൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ 8%. അപ്പോൾ ബീറ്റ വെച്ചുകൊണ്ട് ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ വെച്ചുകൊണ്ട് നമുക്ക് റിട്ടേൺ കാണുകയാണെങ്കിൽ 1.5 into 4 that is equal to 8 plus 6 14% റിട്ടേൺ.